ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിൻ്റെ കോണില പീടിക തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുറന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാരെയില്ല ആ ഭ്രാന്തി കണ്ണടച്ചിന്നേക്കുമായി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന്നു പാലില്ല, പാൽ നിലാവില്ല. ഈ തെരുവിനൊരനാഥനെ തന്നിട്ടു പോയവൾ തിരുവാക്ക് പറയുന്ന ഭ്രാന്തി. രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി. കൂട്ടത്തിലാരോ കൊടുത്തു അഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം. ഇൻകുലവിൻ മക്കളാരും അറിഞ്ഞില്ല ഉദരത്തിലീ രാസമാറ്റം. ഉലകത്തിലെവിടെയും തകിടം മറിയുന്ന ഭരണത്തിലല്ലയോ നോട്ടം. ഭ്രാന്തി തൻ പ്രജ്ഞയിൽ പേവിഷം കൊത്തുന്ന രാവുകൾ എത്രയോ മാഞ്ഞു. മാഞ്ഞില്ല മാനുഷ നീ ചെയ്ത നീതി തൻ തെളിവായി ഭ്രൂണം വളർന്നു. ഉടുത്തുണിക്കില്ലാത്ത മറുതുണിക്കൊണ്ടവൾ ഗർഭം പുതച്ചോ നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി ദുഷ്കീർത്തി നേടി. ഈ തെരുവിളവളെ കല്ലെറിഞ്ഞും കിരാതരാം പകൽമാന്യമാർജാരവർഗം. ഒരു ജഡവും തുടിക്കുന്ന ജീവനും ഈ കടത്തിണ്ണയിൽ ബന്ധമറ്റപ്പോൾ. കണ്ടവർ കണ്ടില്ല എന്നോ നടിപ്പവർ നിന്ദിച്ചുകൊണ്ടേ അകന്നു. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. ഈ തെരുവിൽ പിറക്കുന്ന തിണ്ടിക്ക് വേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം. താങ്ക് യു. ചേച്ചി അച്ചോ ഞാൻ പഠിച്ചു എന്നെല്ലാം. ഹലോ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഭയങ്കര രസായിട്ടാ ചൊല്ലിയത് കേട്ടോ. താങ്ക് യു ചേച്ചി. ഇവിടെ ആരൊക്കെ ഇരിക്കുന്നേന്ന് അറിയോ? ശരത് അങ്കിൾ. ഞാൻ ശരത് അങ്കിളിനോട് പേരിട്ടു സർജൻ ഓഫ് ദ സിംഗർ. സർജൻ ഓഫ് ദ സിംഗർ. ഓക്കെ. ശരത് സർ, ഹരി അങ്കിൾ, ഷാനിക്ക. അവർക്കൊന്നും പേരിട്ടില്ലേ? ഷാനിക്കൊക്കെ ഞാൻ പേരിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഷാനിക്ക വേണോ? ഷാനിക്ക അറിയാം. അപ്പൂപ്പ. ഓക്കെ. അപ്പൊ എന്തായാലും അനിലേട്ടന്റെ ഒരു കവിതയാണ് ചൊല്ലിയത്. അനിലേട്ടന്റെ വൈഫ് ഇവിടെ ഉണ്ട്, മായ ചേച്ചി. നമുക്ക് ചേച്ചിയോട് ആദ്യം ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിക്കാം. മായ ചേച്ചി, സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികള് കവിതകൾ ചൊല്ലുന്ന കേൾക്കുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഹവാ
ചേച്ചി അവർക്ക് എങ്ങനെയാ ഈ കവിതയോടും പാട്ടിനോടൊക്കെ ഒരു ഇഷ്ടം വന്നത്? കവിത പ്രത്യേകിച്ച് ഈ ഒരു കവിത ഞാൻ ആദ്യം എടുക്കുകയാണ്. അനാഥൻ. അനാഥത്വത്തിന്റെ ഒരു രുചി അറിഞ്ഞ എനിക്ക് ഈ ഒരു കവിതയോട് കുറച്ചും കൂടി അടുപ്പം തോന്നി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ തേടുക പിണ്ണയിൽ കണ്ടു. പക്ഷെ ഈ ഒരു കഥ ഞാൻ ചേച്ചി പറഞ്ഞത് ഉള്ളൊരു കഥയാണ്. മാനസികമായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു രീതിയിൽ സംഭവങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടി കണക്ട് ചെയ്തത്, തീർച്ചയായിട്ടും ഞാൻ കൊൽക്കത്തയിലാണ് ജനിച്ചത്. അവിടെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയും എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു. ആ സമയത്ത് നെയിം ഓഫ് മൈ ഡിസബിലിറ്റി, അല്ലെങ്കിൽ അമ്മ ഇല്ല, അച്ഛൻ ആ സമയത്ത് കേരളത്തിലായിരുന്നു, ഞാൻ കൊൽക്കത്തയിലായിരുന്നു. തീർച്ചയായിട്ടും ആരുമില്ലാത്തൊരു കുട്ടിക്ക് ഉണ്ടാവുന്നൊരു വിഷമം, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തുനിന്നൊരു അവഗണന ആരുമില്ലാത്ത കൊണ്ട് മാത്രമല്ല, എൻ്റെ ഡിസബിലിറ്റിയോട് ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ അത്രയും ഒറ്റപ്പെടൽ ആ ഒരു രുചി അറിയുന്ന സമയത്ത് ഇപ്പോൾ മായ ചേച്ചി പറഞ്ഞു ഇപ്പോൾ ആ കുട്ടി വളർന്നിട്ടുണ്ട്, ആരോ വളർത്തുന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വിഷമത്തിൻ്റെ, അല്ലെങ്കിൽ കടലിൽ മുങ്ങിത്താവുന്ന തോണിക്കാണ് കേരളം അഭയം കൊടുത്തത്. സോ എൻ്റെ നാട്ടിൽ, അതായത് കൊൽക്കത്തയിൽ ശപിക്കപ്പെട്ടവൾ എന്ന പേര് കിട്ടിയിട്ട് എനിക്കുണ്ടെങ്കിൽ, അങ്ങനെ പേര് അങ്ങനെ കിട്ടിയിരുന്നു, അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ കേരളം അഡപ്റ്റഡ് ഡോട്ടർ ഓഫ് കേരളത്തിൻ്റെ ദത്തുപുത്രി എന്നൊക്കെയാണ് എനിക്ക് പേര് വന്നത്. സോ അത്തരം ഒരു കഥയിലാണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. ദത്തുപുത്രി ഒന്നല്ല, ഞങ്ങളുടെയൊക്കെ പുത്രി തന്നെയാണ്. അതെ, ഞങ്ങളുടെയൊക്കെ സ്വന്തം പുത്രി, ഞങ്ങളുടെ സ്വന്തമാണ്. അതെ. അമ്മയ്ക്ക് എന്താ പറ്റിയേ? കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. സഹോദരൻ, അവന് ന്യൂമോണിയ ബാധിച്ചു. പിന്നീട് ഞാൻ അവിടെ കുറച്ചു കാലം പഠിച്ചു, ഒരു 10 വയസ്സ് വരെ പഠിച്ചു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അച്ഛൻ ഇങ്ങോട്ടേക്ക് 2014 ഞാൻ വരുന്നത്. എന്തായാലും ഒരുപാട് കടലെ താണ്ടി വന്ന് എനിക്ക് ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കേരളം ഒരു അമ്മയും 2 സഹോദരിമാരെയും നൽകി. 1000 പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമ ആയിടുമോ എന്ന വാക്ക് തൽക്കാലം ഞാൻ കാറ്റിൽ പറത്ത് വിടാണ്. കാരണം എൻ്റെ കഥയിൽ എൻ്റെ ഹീറോയിൻ്റെ ഉമ്മയാണ്. എന്താണ് ഇന്നത്തെ ഒരു ജനറേഷനിലെ കുട്ടികളോട് ഹവയ്ക്ക് പറയാനുള്ളത്? അത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ അമൃത TV-യിൽ 3ാമത്തെ പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. റെഡ് കാർപ്പറ്റ് സൂപ്പർ അമ്മയും മകളും. പിന്നെ ഇന്നൊരു അവസരം എനിക്ക് വന്നിരിക്കുകയാണ്. സതീഷ് ചേട്ടനോട് ഒത്തിരി നന്ദി. താങ്ക് യു സതീഷ് ചേട്ടാ, ഇങ്ങനൊരു മൊമെന്റ് ഞങ്ങൾക്കും തന്നതിന്. കുട്ടികളോട് ആകെ ഞാൻ പറയുള്ളൂ, ഒരു കഥയിലൂടെ നമുക്ക് പോകാം. നമ്മളൊരു സ്റ്റാച്ചു, അല്ലെങ്കിൽ ഒരു പ്രതിമ, ഭംഗിയുള്ളൊരു പ്രതിമ ആർക്കാ ഇഷ്ടമല്ലാത്ത? കാണാൻ ഭയങ്കര ഭംഗിയല്ലേ? പക്ഷെ ആ പ്രതിമ ഉണ്ടായി വരുന്നത് വെറുമൊരു കല്ലിൽ നിന്ന ഒരു കല്ലാ. പണ്ട് ഒരു കല്ലിനെ ഈ പ്രതിമ ഉണ്ടാക്കുന്ന ആള് വല്ലാണ്ട് ഇടിച്ചു, ഒത്തിരി വേദനകൾ സഹിച്ചു. പക്ഷെ ആ കല്ലൊന്നും മിണ്ടിയില്ല. അതൊരു ഭംഗിയുള്ള ശില്പമായി മാറിയപ്പോൾ വലിയ അംഗീകാരങ്ങൾ കിട്ടി. പക്ഷെ 2ാമത്തെ കല്ലിനെ ഈ പ്രതിമ ഉണ്ടാക്കുന്ന ഇടിച്ചപ്പോൾ ഈ കല്ല് പറഞ്ഞു, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഭംഗിയുള്ള ആളൊന്നും ആവണ്ട, എനിക്ക് വേദന വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ നിന്നാൽ മതി. അപ്പോൾ ഈ ഭംഗിയുള്ള ശില്പം ഈ കല്ല് വെച്ച് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഭംഗിയുള്ള ശില്പത്തിന് നല്ല അംഗീകാരം കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും അതിനെ മതി. ഈ വേദന സഹിക്കാൻ വയ്യാത്ത കല്ലെന്താ പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്നല്ലേ. അപ്പോൾ അവസാനം അതിനെ നല്ല കാര്യങ്ങൾക്കും നല്ല ഉപയോഗിക്കുന്നത്, തേങ്ങ പൊട്ടിക്കാനും അല്ലാത്ത പണികൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. സോ ആസ് എ പേഴ്സൺ, എവ്രി ഹ്യൂമൻ ഹാസ് എ സ്റ്റോറി ദെയർ ഓൺ ബിഹൈൻഡ് ദെയർ ലൈഫ്. സോ നമുക്ക് ഈ സ്ട്രഗിൾ വരുമ്പോഴും തീർച്ചയായിട്ടും താങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ എപ്പോഴും താങ്ങി പിടിക്കുന്ന എൻ്റെ ഉമ്മയാണ്. പക്ഷെ ഞാൻ സ്ട്രഗിൾ ചെയ്യാതല്ലല്ലോ, അല്ലെങ്കിൽ ആരും സ്ട്രഗിൾ ചെയ്യാതല്ലല്ലോ പൊസിഷനിലേക്ക് എത്തുന്നത്. സോ നമ്മൾ ഓരോരുത്തരും ഓരോ കല്ലുകളാണ്. പ്രതിമ ആവണമെങ്കിൽ സ്ട്രഗിൾ ചെയ്തല്ലേ പറ്റൂ. അവയുടെ കൊൽക്കട്ടയിലെ ബംഗാളി നെയിം എന്തെങ്കിലും ഉണ്ടോ? ഋതിക ബസു. ഓ, ഓക്കെ. അവിടുത്തെ ലാംഗ്വേജ് എന്തെങ്കിലും സംസാരിക്കാമോ? സംസാരിക്കാം, ഞാൻ അപ്പൂപ്പനോട് സംസാരിക്കാം. റെഡി മോളെ. ഷാൻസോ, യെസ് മോളെ. আপনি কেমন আছেন?
അത് തന്നെ. ഏതന്നെ? അപ്പൂപ്പന് സുഖാണെന്നല്ലേ ചോദിച്ചത്? അപ്പൂപ്പന് അയ്യാ, സുഖാണോ? സുഖാണെന്നാ ചോദിച്ചത്. അപ്പൂപ്പന് സുഖാണ് മോളെ? How are you? ഐ എം ഗുഡ്, ഐ എം ഗുഡ്. ഹൗ ആർ യു? I'm also well. തിരിച്ച് അതുപോലെ ചോദിക്കേ. തിരിച്ച് ഇതുപോലെ ചോദിക്കാൻ. ഞാൻ പറഞ്ഞുതരാം. കേമനാച്ചി ബോച്ചി. কেমন പൂച്ചയല്ല. കേമോനാച്ചേ. ওকে, আপনি কেমন আছেন? അപ്നി കേമുനാച്ചെ. আমি খুব ভালো আছি. Very good. അതാണ് ശരിയാണ്, മോള് പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ ഹവ, താങ്ക് യു Thank you, സോ മച്ച്. ചേച്ചി. മോളുടെ എന്തായാലും മോള് വന്നല്ലേ. മോള് എനിക്കറിയാം, എല്ലാവർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ തന്നെ ഒന്നുകൂടെ ചോദിക്കാം. മോളുടെ ഉമ്മയുടെ സ്റ്റോറി ഒന്ന് പറ. യെസ്, തീർച്ചയായിട്ടും. ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം റഹ്മാനിയ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് കോഴിക്കോടിലാണ് എൻ്റെ അച്ഛൻ എന്നെ ചേർക്കുന്നത്, എൻ്റെ ഉപ്പ. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ടീച്ചറായിരുന്നു. അന്ന് ഉമ്മ എന്നല്ല വിളിക്കുന്നത്, ഫെബിന ആൻറ്റി ആയിരുന്നു. സോ ഫെബിന ആൻറ്റീനെ കണ്ടു. അന്ന് മലയാളമൊന്നും അറിയില്ല. ടുഡേ മൈ അച്ഛൻ വിൽ കം എന്നൊക്കെയാ പറയാ. സോ അങ്ങനത്തെ മലയാളമായിരുന്നു. എന്തായാലും പതിയെ ഇടപഴകിയിട്ടും ഞാൻ മലയാളം പഠിച്ചു. പിന്നീട് ഞാൻ ഉമ്മയായിട്ട് വല്ലാണ്ട് അടുത്ത് എൻ്റെ എല്ലാ സ്റ്റോറി ഞാൻ ഉമ്മനോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമുക്ക് ഒരു പിരിയാൻ എന്നുള്ളൊരു ചിന്ത ഒരിക്കലും ആലോചിക്കാൻ പോലും മനസ്സിൽ പറ്റില്ലായിരുന്നു. അത്രയ്ക്കും അടുത്തു പോയിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ അച്ഛന് അവരോടൊന്ന് ചോദിച്ചു, എനിക്ക് വേണ്ടി കല്യാണം കഴിക്കുമോ? അപ്പോൾ രണ്ടുപേരും ആദ്യമൊക്കെ നോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നീട് എനിക്ക് വേണ്ടി അവർ ഒരുമിച്ചു 2 സിസ്റ്റേഴ്സിനെ തന്നു. ഇപ്പം എനിക്ക് 6 കണ്ണുകളാണ്. എൻ്റെ കണ്ണുകൾ ഇരുട്ടാണെങ്കിലും 6 കണ്ണുകൾ കൊണ്ട് ഞാൻ ഒത്തിരി 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 വലിയ ലോകത്തെ കാണുന്നു. ഇനി കാണും. താങ്ക് യു ഹവ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. ഹവയുടെ എല്ലാ സ്വപ്നങ്ങളും സാധിക്കട്ടെ. ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ഞാനിപ്പോൾ BA സോഷ്യോളജി ഫറൂഖ് കോളേജിലാണ്. ഫൈനൽ ഇയർ ആയി. ഓക്കെ. ഐ ആം ഓൾസോ പ്രിപ്പയറിംഗ് ഫോർ UPSC. തീർച്ചയായിട്ടും കാണുന്ന എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഹവ. ഉറപ്പായിട്ടും യു ആർ എ ബിഗ് ഇൻസ്പിറേഷൻ മോളെ. അതെ. താങ്ക് യു സർ. ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും. നിങ്ങളും, കാരണം നിങ്ങളുടെ ഒരു അക്സെപ്റ്റൻസും കിട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും എത്തിയത്. ഒരിക്കലും ഞങ്ങള് കാരണം ഒന്നുമല്ല. അതെ മോളുടെ കഴിവും മോളുടെ ഒരു സ്ട്രെങ്ത്തും വിൽ പവറും കൊണ്ടാണ്. നമുക്കുള്ള ഒരു എന്താ പറയണ്ടേ, ഇനിയിപ്പോ ദൈവം കൂടെ ഉണ്ടാവും. You are the reason behind you. താങ്ക് യു. Yes. അപ്പൊ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിൽ ഒരു ലാസ്റ്റ് പെർഫോമൻസ് കൂടെ ഉണ്ട്. അപ്പൊ നമുക്കത് കാണാം. ഇംപ്രവൈസേഷൻ റൗണ്ടിൽ നമ്മുടെ സർഗക്കുട്ടിയാണ് പാടാൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോട്ടെ. Okay, thank you so much. Thank you മോളെ. Thank you മോളെ. താങ്ക് യു ടു യു സർ. Okay.